AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ അശ്ന ഷാജി. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കമ്പനി ബോർഡ് LGS, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, അതേപോലെ തന്നെ ബേവ്കോ LDC ഇതിന്റെയൊക്കെ നോട്ടിഫിക്കേഷൻ താണ്ട എത്താറായിരിക്കുകയാണ് അല്ലെ. ഈ മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യത്തോടു കൂടി തന്നെ നമുക്ക് PSCയുടെ നോട്ടിഫിക്കേഷന്റെ ചാകര ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിട്ട് പഠിക്കാം എന്ന് വിചാരിച്ചിരിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിക്കാൻ നിൽക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് മുൻപേ പഠനം ആരംഭിക്കുക എന്നുള്ളതല്ലേ. അപ്പൊ ഈ 3 പരീക്ഷയ്ക്കും നിങ്ങൾക്ക് എങ്ങനെ തയ്യാറെടുക്കാമെന്നുള്ള ആദ്യമായിട്ട് PSC പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ബിഗിനേഴ്സ് ഗൈഡ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്കൊരു മെന്റർഷിപ്പിന്റെ സഹായത്തോടു കൂടി, ഒരു ടീച്ചറിന്റെ സഹായത്തോടു കൂടി ഓരോ ദിവസം കൃത്യമായ ടൈം ടേബിൾ പ്രകാരം പഠിച്ചു പോകാൻ താല്പര്യമുണ്ട് എങ്കിൽ AZB അക്കാഡമി നിങ്ങൾക്ക് വേണ്ടിയിട്ട് 3 in batch, അതായത് വെറും 3500 രൂപയ്ക്ക് ഈ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. എക്സാം വാലിഡിറ്റിയോട് കൂടി ഏറ്റവും പുതിയ ബാച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൽ ഡെയിലി ക്ലാസ്സസ്, എക്സാം, അതുപോലെ തന്നെ റിവിഷൻ സെഷൻസ്, PYQ സെഷൻസ് തുടങ്ങിയ ഒട്ടനവധി ഫീച്ചേഴ്സ് ആണ് നമ്മൾ നൽകുന്നത്. കൂടുതൽ അറിയാനായി ഈ കാണുന്ന നമ്പറിൽ നിന്ന് കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഡയറക്റ്റ് പ്ലേ സ്റ്റോറിൽ പോയി ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കൃത്യമായ ഒരു സ്മാർട്ട് സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ പറയുന്നത്. കമ്പനി ബോർഡ് LGS നമുക്ക് 10th ലെവൽ എക്സാമിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. കമ്പനി ബോർഡ് LGS ആവട്ടെ, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആവട്ടെ, ബേവ്കോ LDC, ഇതിന് 3 നമുക്ക് എങ്ങനെ അനായാസമായിട്ട് തയ്യാറെടുക്കാം. അപ്പൊ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു എന്താണ് നമ്മളുടെ സ്മാർട്ട് സ്റ്റഡി എന്നത് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നോക്കിക്കേ, സ്പെസിഫിക് എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്പെസിഫിക് ആണ്. എന്താ സ്പെസിഫിക്? ടാർഗറ്റഡ് സബ്ജക്ട്സ് ആൻഡ് സിലബസ്. സിലബസിലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ആദ്യമേ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യണം. നെക്സ്റ്റ്, മെഷറബിൾ ആണ്. ഡെയിലി, വീക്ക്ലി ഗോൾസ്. നമ്മളിവിടെ നമ്മുടെ കോഴ്സിൽ നമ്മൾ അങ്ങനെയാണ് പറയുന്നത്. നമ്മളുടെ പ്ലാനും അതുപോലെ തന്നെയാണ്. ഇവിടെ നമ്മൾ ഡെയിലി പ്ലാൻ ഉണ്ട്, വീക്ക്ലി പ്ലാൻ ഉണ്ട്. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ഞാൻ ആഡ് ഓൺ ചെയ്യാണ്, ആൻഡ് മന്ത്ലി പ്ലാൻ. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും പ്ലാൻ പണി ചെയ്യണം അല്ലെ. അതാണ് നമ്മളുടെ ലൈഫിൽ തന്നെ നമ്മളുടെ ഒരു പ്ലാൻ ഇല്ലാതെ വെറുതെ മുന്നോട്ട് പോകുന്നേക്കാൾ ഏറ്റവും നല്ലതാണ് ഒരു പ്ലാനോട് കൂടി മുന്നോട്ട് പോകുന്നത്. അതുപോലെ A for ഷോർട്ട് സെഷൻസ്, കൺസിസ്റ്റന്റ് പ്രാക്ടീസ് ഒക്കെയാണ് Aയിൽ വരുന്നത്. പിന്നെ R എന്ന് പറയുന്നത് റെലവെന്റ് ആയിട്ടുള്ള ഫോക്കസ് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ, അതിൽ തന്നെ ഹൈ വെയിറ്റ് ടോപ്പിക്സ് നോക്കിയിട്ട് അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. പിന്നെ വരുന്നതാണ് T എന്ന് പറയുന്നത്, വിച്ച് ഈസ് ടൈം ബൗണ്ട്, ദാറ്റ് ഈസ് ഫിക്സഡ് പ്ലാൻ വിത്ത് മൈൽ സ്റ്റോൺ. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് നമ്മുടെ പഠനത്തിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. മെയിൻ ആയിട്ടും ഞാനൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഓൾറെഡി ഒരു പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റ് വന്ന ഉദ്യോഗാർത്ഥി അടുപ്പിച്ചടുപ്പിച്ച് ഒരുപാട് എക്സാമുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ലിസ്റ്റിൽ വരുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്നറിയാവോ? ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മൈൻഡ് സെറ്റ് തന്നെയാണ്. നമ്മളാണ് തീരുമാനിക്കുന്നത്. നമ്മളുടെ മോട്ടിവേഷൻ എന്ത് കാര്യമാവട്ടെ, നമ്മളെ തന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. അത് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോകും. അതെനിക്കിത് പറ്റുമെന്നുള്ള കഠിനമായ ഉറച്ച വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് അത് സാധിക്കും. മറിച്ച് ചെറിയൊരു നെഗറ്റീവായിട്ട് എനിക്ക് കിട്ടുമോ എന്ന് ഓർത്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എത്താൻ പറ്റില്ല. അപ്പൊ എന്ത് കാര്യമാണെങ്കിലും ആദ്യമേ നമ്മളുടെ മനസ്സിൽ വരേണ്ടത് എന്താണ്? സെൽഫ് കോൺഫിഡൻസ് ആണ്. എനിക്കിത് പറ്റും, എനിക്കിത് എന്നെ കൊണ്ട് നേടാൻ കഴിയുമെന്ന് നമ്മളെ തന്നെ ഉറച്ചു വിശ്വസിക്കുക. നമ്മുടെ കഴിവ് എന്താണ്, നമുക്ക് എന്താ വേണ്ടിയെന്നുള്ളത് നമുക്കാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് അല്ലെ. നിന്നെ കൊണ്ടത് പറ്റില്ല എന്ന് 100 കണക്കിന് ആളുകൾക്ക് പറയാൻ സാധിക്കും. എന്നാൽ നമ്മളെ കൊണ്ടത് പറ്റോ ഇല്ലയോ എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അല്ലാതെ നമ്മുടെ മുന്നിൽ നോക്കി, മുഖത്ത് നോക്കി പറയുന്നവരും അല്ലെങ്കിൽ പിന്നിൽ നിന്ന് പറയുന്നവരും അല്ല എന്നുള്ളത് ആദ്യമേ മനസ്സിലാക്കിക്കേ. ഇനി അതുപോലെ സെക്കൻഡ് സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠനത്തിൽ സ്മാർട്ടായിട്ട് ഒരു ദിവസം നിങ്ങൾ തന്നെ അങ്ങ് ഫിക്സ് ചെയ്യുക. നിങ്ങൾക്ക് എത്ര ടൈമാണ് പഠിക്കാനായിട്ടുള്ളത് എന്നുള്ളത്. ചിലപ്പോൾ നമുക്ക് പ്രൈവറ്റ് ഫേമിൽ ജോബിന് പോകുന്നവരുണ്ടാകാം, വീട്ടമ്മമാരുണ്ടാകാം, കുഞ്ഞു മക്കളുടെ അമ്മമാരുണ്ടാകാം. അപ്പൊ നിങ്ങളെ കൊണ്ട് ഒരു ദിവസം നിങ്ങൾക്ക് എത്ര ടൈം കിട്ടും? 7-8 മണിക്കൂറൊന്നും ഇപ്പൊ നിങ്ങൾ പഠിക്കാൻ നോക്കണ്ട. ബിക്കോസ് അത് നിങ്ങൾക്ക് ഓവർ ബേർഡൻ ആയിരിക്കും. 8 മണിക്കൂർ പഠിക്കണം എന്നുള്ള രീതിയിൽ നിന്നിട്ട് നമുക്ക് 1 മണിക്കൂർ പോലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നമുക്ക് സ്ട്രെസ് ഫീൽ ചെയ്യും. ഇന്നത്തെ കാലത്ത് മനുഷ്യരിന് ഏറ്റവും കൂടുതലുള്ളത് എന്താണെന്നറിയാമോ? ഈ സ്ട്രെസ്സും ടെൻഷനുമാണ്. മൈൻഡ് കാം ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പൊ മൈൻഡിനെ കാം ആക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തം? നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ് അല്ലെ. അപ്പം ഈ ആക്ടിവിറ്റിയിൽ നമ്മൾ ഏറ്റവും മസ്റ്റായിട്ടും ഒരു കാരണവശാലും
മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു ഏരിയ ആണ് കറണ്ട് അഫേഴ്സ്. അതിൽ തന്നെ കേരളവുമായി ബന്ധപ്പെട്ട ഇപ്പൊ നിലവിൽ നമുക്കൊരു കറണ്ട് ആയിട്ടുള്ള ഒരു ഫാക്ട്സ് നടക്കുകയാണ്, ഒരു കറണ്ട് അഫേഴ്സ് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ അതിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ, കേരളത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളത് ഫസ്റ്റ് മനസ്സിലാക്കാം. എവിടെ നിന്ന് നിങ്ങൾക്ക് കറണ്ട് അഫേഴ്സ് നോക്കാം? ഡെയിലി നമ്മുടെ ചാനലിൽ എല്ലാ ദിവസവും 10 മണിക്ക് നമ്മൾ കറണ്ട് അഫേഴ്സ് ലൈവിൽ കൊടുക്കുന്നുണ്ട്. അതിന്റെ PDF നോട്ട്സ് എല്ലാം നമ്മുടെ ടെലഗ്രാം ചാനലിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്കാ നമ്മളുടെ തൊഴിൽ വാർത്ത, തൊഴിൽ വീഴ്ത്തി, അതുപോലെ തന്നെ പത്രവാർത്ത ഒക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ കറണ്ട് അഫേഴ്സ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, ന്യൂസ് പേപ്പേഴ്സ് നിങ്ങൾക്ക് നോക്കാം. ഇനി അടുത്തത് GK. അതിൽ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ, ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി ഏരിയാസ് ഒക്കെ കുറച്ച് ഫോക്കസ് ചെയ്യാം. പിന്നെ സബ്ജക്ട് വൈസ് ആയിട്ട് നിങ്ങൾ സയൻസ്, മാത്സ്, IT, മാത്സ്, അതിൻ്റെ കൂടെ മലയാളം, ഇതിലേതെങ്കിലും നിങ്ങളുടെ ഡെയിലി പ്ലാനിൽ നോക്കാം. ഇനി അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ മസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലോ ക്വസ്റ്റ്യൻ പേപ്പർ സെൽഫായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നോക്കാം. ദെൻ അതിൻ്റെ കൂടെ മോക്ക് ടെസ്റ്റ് പ്ലസ് റിവിഷൻ, ഇത് പക്കാ ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ ടൈം ടേബിൾ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ടൈം ടേബിൾ സെറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഇത് നമ്മൾ തന്നതാണ്. അതായത് നമ്മളുടെ കോഴ്സിൽ നമ്മൾ ഡേ 1 എന്ന് പറഞ്ഞ് ഇതിൽ തന്നെ ഒരു സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഏരിയ, അത് നമ്മൾ മാത്സ് ആയിരിക്കാം, ഇംഗ്ലീഷ് ആയിരിക്കാം, മലയാളം ആയിരിക്കാം. മാത്സ് ഒക്കെ നമ്മൾ ഡെയിലി ലൈവിൽ നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക കേട്ടോ ചെയ്യും. നിങ്ങളെ കൊണ്ട് പ്രാക്ടീസ് ആണ് നമ്മൾ കൂടുതൽ ചെയ്യിപ്പിക്കുന്നത്. ഒരു മാത്സ് ഉണ്ടാകും, ഒരു GK ഉണ്ടാകും, അതുപോലെ സയൻസ് പാർട്ടോ അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ഏരിയ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നൽകുന്നുണ്ട്. അപ്പോൾ ഫിക്സഡ് ആയിട്ട് ഈ ഒരു സ്റ്റഡി പ്ലാൻ പ്രകാരമാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി അതിൻ്റെ ഭാഗമായിട്ട് മോക്ക് ടെസ്റ്റ് റിവിഷൻ ആണ്. ഈ ഡേ 1 ക്ലാസ്സുകൾ നിങ്ങൾ പഠിച്ചേ, അതിൻ്റെ എന്തുണ്ട്, ഡേ 1 എക്സാമും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഡേ 1 എക്സാമും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണ് നമ്മളുടെ കോഴ്സസ് പോകുന്നത്. ഇനി ഇത്രയും കഴിയുമ്പോൾ ഡേ 5 കഴിയുമല്ല, നിങ്ങൾ ഡേ 7 ആവുന്നുണ്ട്. അപ്പോൾ വീക്ക്ലി നമ്മളൊരു ടോപ്പിക്, അത് നിങ്ങളിപ്പോൾ സെൽഫായിട്ട് പഠിക്കുവാണെങ്കിൽ തന്നെ നിങ്ങൾ ഡേ 1 ഏതൊക്കെ ഏരിയാസ് വേണം എന്നുള്ളത് നിങ്ങൾ തന്നെ ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യാം. ഇനി അതുപോലെ തന്നെ വീക്ക്ലി നിങ്ങൾക്ക് എത്ര ടോപ്പിക്സ്, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഡെയിലി ഒരു വീക്ക്ലി എടുത്തിട്ട് കുറച്ച് ടോപ്പിക്ക് ഡിവൈഡ് ചെയ്തിട്ട് അങ്ങനെ പഠിച്ചു തീർക്കാൻ പറ്റുവാണെങ്കിൽ അത് നല്ല. അപ്പോൾ ഒരു ദിവസം നിങ്ങൾ കുറച്ച് അധികം ഇടുന്നു, ഒരു ദിവസം കുറച്ച് കുറഞ്ഞിരുന്നാലും നിങ്ങളുടെ പഠനത്തിൽ നിങ്ങൾക്ക് സ്ട്രെസ് അധികം ഫീൽ ചെയ്യില്ല. പിന്നെ മെയിൻ ആയിട്ടുള്ളൊരു ഫാക്ടറാണ് എസെൻഷ്യൽ റിസോഴ്സസ് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ഏറ്റവും ബേസ് ആയിട്ട് നോക്കേണ്ടത് SCERT 5 മുതൽ +2 വരെയുള്ള സോഷ്യൽ ആൻഡ് സയൻസ്, +1 +2 സയൻസ് നോക്കിയില്ലെങ്കിലും 10th വരെയുള്ള സയൻസിന്റെ ന്യൂ ടെക്സ്റ്റ് ബുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ കോഴ്സിൽ നമ്മൾ പഴയ ടെക്സ്റ്റിന്റെ ക്ലാസ്സിലെ പോയിന്റുകൾ കൂടി കവർ ചെയ്തിട്ടാണ് നമ്മുടെ മെയിൻ ടോപ്പിക്കിൽ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതിന് സെപ്പറേറ്റ് നോക്കണ്ട. ന്യൂ ക്ലാസ് SCERT ഡെയിലി MCQസും ചാപ്റ്റർ വൈസ് ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് നൽകുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് നൽകാനായിട്ട് പ്രോഗ്രസ് ആണ്. നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് നിങ്ങളുടെ ആപ്പിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരു ബുക്കിൽ എഴുതി വെക്കുക. ഇപ്പോൾ നിങ്ങൾ സെൽഫായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കിട്ടുന്ന മാർക്ക് ഒരു ബുക്കിൽ എഴുതി വെച്ച് നോക്കാം. പിന്നെ ലാസ്റ്റ് ആണ് ഫൈനൽ ക്രാഷ് പ്ലാൻ. നമ്മൾ ലാസ്റ്റ് ഞങ്ങളിവിടെ ഫൈനൽ 7 ഉദ്ദേശിക്കുന്നത് നമുക്ക് മന്ത്ലി എക്സാമിൻ്റെ ഒരു മാസം മുൻപ് നമ്മളവിടെ ക്രാഷ് സ്റ്റാർട്ട് ചെയ്യാണ്. ക്രാഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം നമ്മൾ PYക്കും ഓരോ ടോപ്പിക്കിൻ്റെ MCQ ലൈവ് ആയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കഷൻ ചെയ്യുന്നത്. ഇനി നിങ്ങൾ സെൽഫായിട്ടാണ് പഠിക്കുന്നതെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഡെയിലി ആ ടോപ്പിക്സ് നിങ്ങൾ പഠിച്ചു പോയ ഏരിയാസ് ഒക്കെ റിവിഷൻ ചെയ്ത് പഠിച്ചു പോവുക. നിങ്ങൾ ഫസ്റ്റ് പഠിച്ചു തുടങ്ങുമ്പോൾ എപ്പോഴും ഞാൻ പറയുന്ന പോലെ SCERT പഠിച്ചു തുടങ്ങാം. ഓക്കെ, റാങ്ക് ഫയൽസ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ടാവും. റാങ്ക് ഫയൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പോയിന്റുകൾ ഒരു ടോപ്പിക്ക് തന്നെ ധാരാളമായിട്ട് അവിടെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരു റാങ്ക് ഫയൽ മുഴുവനും പഠിച്ച് തീർക്കുക എന്നുള്ളതല്ല, നമുക്ക് സിലബസ് കൃത്യമായ ടൈമിന്റെ ഉള്ളിൽ സിലബസ് മാക്സിമം കവർ ചെയ്യാനായിട്ട് നോക്കുക. അതായത് നിങ്ങളിപ്പോൾ ഒരു കേരള ഹിസ്റ്ററിയിൽ ഇപ്പോൾ യൂറോപ്പിന്റെ ആഗമനം എന്നുള്ള ടോപ്പിക്കാണ്, യൂറോപ്യന്മാരുടെ ആഗമനമാണ് പഠിക്കുന്നതെങ്കിൽ ആ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് ഒരുപാട് നോട്ട്സ് നിങ്ങൾ റെഫർ ചെയ്തിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ സെം എക്സാം അല്ല എഴുതാൻ പോകുന്നത് അല്ലേ. അപ്പോൾ ആ ടോപ്പിക്ക് മിനിമൈസ് ചെയ്ത് മാക്സിമം പോർഷൻസ് കംപ്ലീറ്റ് ചെയ്ത് അതിന്റെ എക്സാം ചെയ്ത് അങ്ങനെ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനായിട്ടാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇതിനെല്ലാം കൂടിയിട്ട് നിങ്ങൾക്ക് സെൽഫായിട്ട് പഠിക്കാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണം, നിങ്ങൾക്ക് പഠിക്കാനായിട്ട് എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ നമ്മളുടെ AZBയിലെ കോഴ്സിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ ഞാൻ പറയുന്ന പോലെ കഠിനാധ്വാനത്തിലൂടെ മാത്രമേ വിജയം നേടാനാവൂ. സ്മാർട്ടായിട്ട് അത് നമ്മൾ പഠിക്കുവാണെങ്കിൽ അത് നമുക്ക് എന്താണ്, സിമ്പിളാണ്. അപ്പൊ ഈ കാണാവുന്ന ആളുകളൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് എന്തായാലും ജോലി കയറുന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. പഠിക്കാതെ എന്തായാലും ജോലി കിട്ടത്തില്ല എന്നൊരു കാര്യം നിങ്ങൾക്കറിയാം അല്ലേ. അപ്പൊ ആദ്യത്തെ 100ന്റെ ഉള്ളിൽ വരാ എന്നുള്ളത് നമ്മളുടെ അൾട്ടിമേറ്റ് ഗോളായിട്ട് സെറ്റ് ചെയ്തിട്ട് അതിനുവേണ്ടി കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു. നമ്മൾ 10ാം ക്ലാസ് പാസ്സായി, +2 പാസ്സായി, ഡിഗ്രി പാസ്സായി, BTech പാസ്സായി, PG വാട്ട് എവർ ഏതൊരു എക്സാമും പാസ്സാവാൻ പറ്റുമെങ്കിൽ അന്ന് പഠിച്ച അതേ വാശിയോട് കൂടിയിട്ടും
അതേ ആ ഒരു ഉഷിരോട് കൂടിയിട്ടും നമുക്ക് വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്തും നമുക്ക് സാധിക്കും. ഓക്കെ, നമ്മൾ അറിവ് കൂടി വരികയാണ്. അതായത് നമ്മൾ പ്രായമായ ഒന്നനുസരിച്ച് തിരിച്ചറിവ് നമുക്ക് കൂടി വരികയാണ്. അപ്പൊ ജോലി എന്ന് പറയുന്നത് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ? അപ്പൊ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ധൈര്യമായിട്ട് പഠിച്ച് മുന്നേറാൻ ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ജോയിൻ ചെയ്തോളൂ. അപ്പൊ നമുക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് താങ്ക് യു.